നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ശക്തമായ മഴയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കർഷകന്റെ ഫാമിലെ 500ഓളം കോഴികളും താറാവുകളും ചത്തു. കോട്ടാറ്റ് പ്രിൻസിന്റെ ഫാമിലെ കോഴികളും താറാവുകളുമാണ് ചത്തത്. തോട്ടിൽ കുളവാഴ കെട്ടിക്കിടക്കുന്നത് മൂലം വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നതായി ആക്ഷേപം. മാള കാവനാട് വൈന്തോട്ടിലാണ് കുളവാഴ കെട്ടിക്കിടക്കുന്നത് മൂലം വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നത്. ഇതുമൂലം സമീപത്തെ പറമ്പുകൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. കയ്പമംഗലം 3 പീടികയിലെ മെഡിക്കൽ ഷോപ്പിൽ കള്ളനോട്ട് നൽകി തട്ടിപ്പ് നടത്തിയ ഗ്രാഫിക് ഡിസൈനറെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാവറട്ടി നവോദയ നഗർ കൊല്ലന്നൂർ വീട്ടിൽ ജസ്റ്റിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. വാർത്തകൾ വിശദമായി. ശക്തമായ മഴയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കർഷകന്റെ ഫാമിലെ 500ഓളം കോഴികളും താറാവുകളും ചത്തു. മാള കോട്ടാറ്റ് പ്രിൻസിന്റെ ഫാമിലെ കോഴികളും താറാവുകളുമാണ് ചത്തത്. കോട്ടാറ്റ് പറയൻ തോടിന് സമീപത്താണ് പ്രിൻസിന്റെ ഫാം പ്രവർത്തിക്കുന്നത്. കനത്ത മഴയും ഡാം തുറന്നതിനെ തുടർന്നും പറയൻ തൊട്ടിൽ വെള്ളം നിറഞ്ഞതോടെ ഫാമിലേക്കുള്ള വഴി മുഴുവൻ വെള്ളത്തിനടിയിലായ അവസ്ഥയിലായിരുന്നു. വെള്ളം കയറാൻ സാധ്യതയുണ്ടെന്ന് വിവരം ലഭിച്ച പ്രിൻസ് ഫാമിലെത്തിയപ്പോഴേക്കും 500ഓളം കോഴികളും വലയിൽ കുടുങ്ങി താറാവുകളും ചത്ത അവസ്ഥയിലായിരുന്നു. ആടുകളെയും മറ്റും മാറ്റിക്കെട്ടിയതിനാൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല. പാടം പാട്ടത്തിനെടുത്തും മറ്റും പച്ചക്കറി കൃഷി ചെയ്യുന്ന കർഷകരുടെ ഏക്കർ കണക്കിന് കൃഷി നശിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. തോട്ടിൽ കുളവാഴ കെട്ടിക്കിടക്കുന്നത് മൂലം വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നതായി ആക്ഷേപം. മാള കാവനാട് വൈന്തോട്ടിലാണ് കുളവാഴ കെട്ടിക്കിടക്കുന്നത് മൂലം വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നത്. ഇതുമൂലം സമീപത്തെ പറമ്പുകൾ വെള്ളക്കെട്ട് ഭീഷണിയിലാണ്. ചാലക്കുടി പുഴയിൽ നിന്നുമുള്ള വെള്ളമാണ് വൈന്തോട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. അധികമായി എത്തുന്ന കുളവാഴ തോട്ടിൽ കെട്ടിക്കിടക്കുന്നത് മൂലം തോട് ഗതിമാറി സമീപത്തെ പാടശേഖരത്തിലൂടെയാണ് ഒഴുകുന്നത്. 2018 പ്രളയത്തിന് ശേഷം വൈന്തോട്ടിൽ ശുചീകരണ പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. വൈന്തോട്ടിലെ വെള്ളം ഒഴുകിപ്പോകാത്തത് മൂലം സമീപത്തെ മാമ്പിള്ളി റോഡും വെള്ളക്കെട്ട് ഭീഷണി നേരിടുന്നുണ്ട്. എത്രയും വേഗം ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് നിലവിലുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. അതിതീവ്ര മഴയുടെ സാഹചര്യത്തിൽ 8 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ച അവധി നൽകി. കോഴിക്കോട്, വയനാട്, പാലക്കാട്, ഇടുക്കി, ആലപ്പുഴ, കണ്ണൂർ, കോട്ടയം, തൃശൂർ ജില്ലകളിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കണ്ണൂരിൽ കോളേജുകൾ ഒഴികെയാണ് അവധി. കയ്പമംഗലം 3 പീടികയിലെ മെഡിക്കൽ ഷോപ്പിൽ കള്ളനോട്ട് നൽകി തട്ടിപ്പ് നടത്തിയ ഗ്രാഫിക് ഡിസൈനറെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാവറട്ടി നവോദയ നഗർ കൊല്ലന്നൂർ വീട്ടിൽ ജസ്റ്റിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് 3 പീടികയിലെ മെഡിക്കൽ ഷോപ്പിൽ നിന്നും 110 രൂപയ്ക്ക് മരുന്ന് വാങ്ങി 500 രൂപ കൊടുത്തത്. നോട്ടിൽ സംശയം തോന്നിയ കടയുടമ ഇയാളെ ചോദ്യം ചെയ്തെങ്കിലും നോട്ട് മാറിയില്ലെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതിയെന്നും പറഞ്ഞ് മൊബൈൽ നമ്പർ നൽകി ഇയാൾ കടന്നുകളയുകയായിരുന്നു. തുടർന്ന് കള്ളനോട്ടാണെന്ന് മനസ്സിലാക്കിയ കടയുടമ ഫോണിൽ വിളിച്ചെങ്കിലും നമ്പർ നിലവിലില്ലായിരുന്നു. കടയുടമ പോലീസിൽ പരാതി നൽകിയതോടെയാണ് തട്ടിപ്പ് നടത്തിയയാൾ പിടിയിലായത്. ഇയാൾ സഞ്ചരിച്ചിരുന്ന കാറിന്റെ നമ്പറും CCTVയിൽ പതിഞ്ഞ ചിത്രവും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ കണ്ടെത്തിയത്. പാവറട്ടിയിലെ ഇയാളുടെ സ്ഥാപനത്തിൽ നിന്ന് 12,500ന്റെ കള്ളനോട്ടും മുദ്രപേപ്പറിൽ പ്രിന്റ് ചെയ്ത് 500ന്റെ നോട്ടുകളും കണ്ടെടുത്തു. കള്ളനോട്ട് പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറും പ്രിന്ററടക്കം കയ്പമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 50ന്റെ മുദ്രപേപ്പറിൽ 500ന്റെ 2 നോട്ടുകളാണ് ഇയാൾ പ്രിന്റ് ചെയ്തിരുന്നത്. 6 മാസത്തോളമായി ഇത്തരത്തിൽ കള്ളനോട്ട് നിർമ്മിച്ച് കാറിൽ സഞ്ചരിച്ച് ജില്ലയിലെ വിവിധ കടകളിൽ നൽകി മാറിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. റൂറൽ SP നവനീത് ശർമ്മയുടെ നിർദ്ദേശാനുസരണം കൊടുങ്ങല്ലൂർ DYSP VK രാജുവിന്റെ നേതൃത്വത്തിൽ കയ്പമംഗലം ഇൻസ്പെക്ടർ M ഷാജഹാൻ, SI മാരായ KS സൂരജ്, സജിബാൽ, ബിജു, ASI നിഷി, സീനിയർ CPO മുഹമ്മദ് റാഫി, ജ്യോതിഷ്, CPOമാരായ ജോസഫ്, ഗിൽബർട്ട് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.
കവിയും എഴുത്തുകാരനുമായ ഹിരണ്യൻ അന്തരിച്ചു. 70 വയസ്സായിരുന്നു. സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് കോളേജ്, മലപ്പുറം ഗവൺമെന്റ് കോളേജ്, കൊടുങ്ങല്ലൂർ KKTM ഗവൺമെന്റ് കോളേജ്, തൃശൂർ അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജ് എന്നീ കോളേജുകളിൽ മലയാളം അധ്യാപകനായിരുന്നു. ഭാര്യ പരേതയായ എഴുത്തുകാരിയും ഗവൺമെന്റ് കോളേജ് അധ്യാപികയുമായിരുന്ന ഗീത ഹിരണ്യനാണ്. മൃതദേഹം സാഹിത്യ അക്കാദമിയിൽ 11:30 മുതൽ 12:30 വരെ പൊതുദർശനത്തിന് വെച്ചു. സംസ്കാരം തൃശൂർ അമ്മാടത്തുള്ള കടവത്ത് ഉള്ളന്നൂർ ഇല്ലത്ത് വെച്ച് ഇന്ന് വൈകിട്ട് 4 മണിക്ക് നടക്കും. കർഷക സംഘം കൊടുങ്ങല്ലൂർ മേഖലാ കൺവെൻഷൻ നടന്നു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി സെബി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. KR ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി KM സലീം, TK രമേശ് ബാബു, TH വിശ്വംഭരൻ, അഷ്റഫ്, PS ധർമ്മരാജൻ, കർഷക തൊഴിലാളി മേഖലാ സെക്രട്ടറി വിനയകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ധാർഷ്ട്യം ഒരു കാലത്തും ജനകീയ സമരത്തിന് മുൻപിൽ വിജയിച്ചിട്ടില്ലെന്ന് മുഹമ്മദ് ഫൈസി ഓണംപള്ളി. എറിയാട് തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമരത്തിന്റെ 95-ാം ദിവസത്തെ അനിശ്ചിതകാല സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു SYS സംസ്ഥാന സെക്രട്ടറിയും AIC അസാസ് ശരീഅത്ത് കോളേജ് പ്രിൻസിപ്പളുമായ മുഹമ്മദ് ഫൈസി ഓണംപള്ളി. സംയുക്ത സമരസമിതി പ്രസിഡന്റ് AA മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സിദ്ദിഖ് പഴങ്ങാടൻ, EK ദാസൻ, അഡ്വക്കേറ്റ് KK സക്കീർ ഹുസൈൻ, സലാം അയ്യാരിൽ, MA സുലൈമാൻ, VK അബ്ദുൽ മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ശക്തമായ മഴയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കർഷകന്റെ ഫാമിലെ 500ഓളം കോഴികളും താറാവുകളും ചത്തു. കോട്ടാറ്റ് പ്രിൻസിന്റെ ഫാമിലെ കോഴികളും താറാവുകളുമാണ് ചത്തത്. തോട്ടിൽ കുളവാഴ കെട്ടിക്കിടക്കുന്നത് മൂലം വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നതായി ആക്ഷേപം. മാള കാവനാട് വൈന്തോട്ടിലാണ് കുളവാഴ കെട്ടിക്കിടക്കുന്നത് മൂലം വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നത്. ഇതുമൂലം സമീപത്തെ പറമ്പുകൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. കയ്പമംഗലം 3 പീടികയിലെ മെഡിക്കൽ ഷോപ്പിൽ കള്ളനോട്ട് നൽകി തട്ടിപ്പ് നടത്തിയ ഗ്രാഫിക് ഡിസൈനറെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാവറട്ടി നവോദയ നഗർ കൊല്ലന്നൂർ വീട്ടിൽ ജസ്റ്റിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.